İnkılap zindabad, Welfare Party zindabad, Welfare Party zindabad, ഐക്യദാർഢ്യം 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 സ്വന്തം മണ്ണിൽ ചവിട്ടി നിൽക്കാൻ സ്വന്തം മണ്ണിൽ ചവിട്ടി നിൽക്കാൻ സ്വന്തം മണ്ണിൽ ചവിട്ടി നിൽക്കാൻ സ്വന്തം മണ്ണിൽ ചവിട്ടി നിൽക്കാൻ അവരുടെ മണ്ണിൽ കടന്നു കയറിയ അവരുടെ മണ്ണിൽ കടന്നു കയറിയ അവരുടെ മണ്ണിൽ കടന്നു കയറിയ അവരുടെ മണ്ണിൽ കടന്നു കയറിയ രാഷ്ട്രത്തോട് രാഷ്ട്രത്തോട് ജീവൻ നൽകി പോരാടുന്ന ജീവൻ നൽകി പോരാടുന്ന ജീവൻ നൽകി പോരാടുന്ന ജീവൻ നൽകി പോരാടുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് വെൽഫെയർ പാർട്ടി സിന്ദാബാദ് വെൽഫെയർ പാർട്ടി സിന്ദാബാദ് വെൽഫെയർ പാർട്ടി സിന്ദാബാദ് വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. പ്രവർത്തകരെ എല്ലാവിധ മധ്യസ്ഥതകളും കാറ്റിൽ പറത്തിക്കൊണ്ട് യാതൊരു കരാറും പാലിക്കാതെ സയനിസ്റ്റ് രാജ്യമായ ഇസ്രായേൽ പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിനു വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗസ പോരാളികളുടെ നേരെ വീണ്ടും ബോംബുകൾ വർഷിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വധിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നാം ദിനോനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ വിശ്വാസികളായ ഒരു ആൾക്കും അത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഇതിനെതിരെ മനുഷ്യത്വമുള്ള ഏതൊരാളും പ്രതിഷേധിക്കേണ്ടതാണ് എന്നുകൂടി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഗസ പോരാളികൾക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ബഹുമാന്യനായ MK ഉമർ അവர்களാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടി 1948 മുതൽ ആരംഭിച്ച ഈ കടന്നുകയറ്റം, അതായത് അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിക്കൊണ്ട് നിലവിൽ ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു പണിയുടെ അനന്തരഫലമായിട്ടാണ് സ്വന്തം നാടും വീടും കഷ്ടപ്പെട്ട ഒരു വിഭാഗം ജനവിഭാഗം ഫലസ്തീനിൽ രൂപപ്പെട്ടു വന്നത്. അന്ന് ആരംഭിച്ച, അതായത് 25 വർഷത്തിന് മുൻപ് ആരംഭിച്ച ഈ അക്രമം എല്ലാവരും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ രാഷ്ട്രങ്ങളുടെയും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചിന്തനയോടുകൂടിയാണ് അവർ ഈ അതിക്രമവും കടന്നുകയറ്റവും അധിനിവേശവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയുടെ കൂടെ പങ്കോടുകൂടി നടക്കുന്ന ഒരു കൂട്ടക്കൊലയാണ്. ശരിക്കും ഒരു റെക്കോർഡ് സ്ഥാപിക്കുക, നരഹത്യയ്ക്ക് ഒരു റെക്കോർഡ് സ്ഥാപിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അതാണ് ഇന്ന് ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് തന്നെ ഈ കഴിഞ്ഞ 1.5 വർഷമായി അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നരകയാതനകൾ, അതിൻ്റെ ഓരോ ബന്ദികളെക്കുറിച്ചും അവരനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ ഓരോ റിപ്പോർട്ടുകൾ, ഓരോ കണക്കുകൾ പുറത്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഇസ്രായേലിൻ്റെ ലക്ഷ്യം
അവിടെ ആ രാജ്യത്തിൻ്റെ മുഴുവൻ മനുഷ്യരെയും അവിടെ നിന്ന് നശിപ്പിക്കുക, ആ രാജ്യം ഇല്ലാതാക്കുക എന്നതാണ് അതിൻ്റെ മർമ്മപ്രധാനമായ ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല അവരുടേതായ ഒരു ലൊക്കേഷൻ ആ രാജ്യത്ത് സ്ഥാപിച്ചെടുക്കുക എന്നതും അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ലാബുകളിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന 4000-ഓളം ബീജവും അതുപോലെ തന്നെ അതൊക്കെ നിശേഷം ആ ലാബിൽ നിന്നും നശിപ്പിച്ചെടുത്തത് തന്നെ അവിടെ ഇനി ഒരു കുഞ്ഞ് പോലും അവിടെ ജനിക്കരുത് എന്നൊരു ലക്ഷ്യം അവർക്കുണ്ട്. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ലോകം കണ്ട ഏറ്റവും വലിയ കിരാതമായ അനുഭവങ്ങൾ ഇന്ന് ഗസയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നാം കയ്യും കെട്ടി നിൽക്കേണ്ട അവസ്ഥയില്ല. ലോകം മുഴുവൻ എല്ലാവരും അംഗീകരിച്ച ഒരു കരാറിനെ ഏകപക്ഷീയമായി അത് അവസാനിപ്പിക്കുക എന്നത് അത് ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ അക്രമമാണ്, അനീതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹ മനസ്സാക്ഷി ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയും, കാരണം നമുക്കറിയാം ഒരു മാർച്ച് 17 എന്ന് പറയുന്നത് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോർജ് ബുഷ് ആ മാർച്ച് 17-നാണ് അവിടുത്തെ ഇറാഖിലെ പ്രസിഡൻ്റായ സദ്ദാം ഹുസൈനെയും ആ കുടുംബത്തെയും ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഇറാഖ് അധിനിവേശം സംഭവിച്ചത് ഒരു മാർച്ച് 17-നായിരുന്നു. എന്തുകൊണ്ടാണ്? $1 ട്രില്യൺ അവർ ചിലവഴിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് അവിടെ കൂട്ടക്കുരുതി നടത്തിയത്. അതുപോലെയുള്ളതായ അവസ്ഥയാണ് ഇന്ന് നമ്മൾ ഗസയിൽ, അതായത് ഫലസ്തീനിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് അൽ ഖായിദ പോലെയുള്ളതായ ഓരോ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളോട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയുന്നത്, കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ഒരിക്കലും ഗസയിലെ ജനങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. അവർക്ക് ഒരു ആറ്റം ബോംബ് മാത്രം ഇന്ന് അവിടെ വർഷിച്ചിട്ടില്ല. കാരണം ആറ്റം ബോംബ് അവർ വർഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആറ്റം ബോംബ് വർഷിപ്പിച്ചാൽ അവർക്ക് കൂടി അത് നാശമായിരിക്കും. അതുകൊണ്ട് ബാക്കിയെല്ലാം പക്ഷേ അവരെന്ത് തന്നെ വന്നാലും ശരി, കാലം സാക്ഷി, ചരിത്രം സാക്ഷി, അവരതിനെ അതിജീവിക്കും. അതുകൊണ്ട് അവർക്ക് മുഴുവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏവർക്കും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലയുടെ ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. രണ്ട് കത്തുകളായി ഫലസ്തീനിൽ നടക്കുന്ന അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്രമത്തെ എതിർക്കുന്ന മഹാഭൂരിപക്ഷം ജനതയും അതുപോലെ തന്നെ ഗസയിൽ നടക്കുന്ന ഈ നരനായാട്ടിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും ഇങ്ങനെ രണ്ട് അച്ചുതണ്ടുകളിൽ നിലനിൽക്കുന്ന ഒരു ജനസമൂഹമായി ലോകം മാറിയിരിക്കുന്നു. നമുക്കറിയാം, മഹാഭൂരിപക്ഷം വരുന്ന ജനത ഫലസ്തീനോട്, ഗസയോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതകൾ ഇനി ഒരു ഭരണാധികാരിയും എടുക്കുവാനില്ലാത്ത അത്ര ആയുധം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗസയിൽ വർഷിച്ച അമേരിക്കയുടെ സഹായത്തോടുകൂടി ലോക ഭീകര രാഷ്ട്രമായ ഇസ്രായേൽ ഒരു തരത്തിലുള്ള പ്രതിരോധത്തിനും ശക്തിയില്ലാത്ത, കേവലം കല്ലുകൾ കൊണ്ട് മാത്രം മറുപടി പറയുന്ന ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളോട് ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ ആയുധങ്ങൾ എടുത്തുകൊണ്ട് തങ്ങൾ ജയിച്ചു എന്നവകാശപ്പെടുന്ന വൃത്തികെട്ട നെറികെട്ട ഒരു ലോകക്രമത്തിലേക്ക് നമ്മുടെ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള, ഏറ്റവും നിരാശജനകമായിട്ടുള്ള അവസ്ഥ. നമുക്കറിയാം, ഈ ലോകത്ത് ഒരു തരത്തിലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അനീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങളില്ല എന്നുള്ളത്. എന്നാൽ ഈ അക്രമത്തെയും ഈ അനീതിയെയും അപലപിക്കുവാൻ 100 സംഘടനകളും 100 ഗ്രൂപ്പുകളും, എന്തിനേറെ ഐക്യരാഷ്ട്രസഭ തന്നെ ഉണ്ടായപ്പോൾ
അതിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ആ സമാധാന ആഹ്വാനങ്ങളെയൊക്കെ തന്നെ കാറ്റിപ്പറത്തിക്കൊണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ സമാധാനപൂർവമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ആഹ്വാനം ചെയ്യുമ്പോൾ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അക്രമത്തിൻ്റെതായ പാതയിലൂടെ സഞ്ചരിക്കുകയും ദിനംപ്രതി ആയിരങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന സൈനിക ഭീകര രാഷ്ട്രത്തോട് ഈ ലോകത്തെ മുഴുവൻ ജനതയും ഈ ലോകത്തെ മുഴുവൻ ശക്തിയും ആവശ്യപ്പെടുന്നു, അക്രമം അവസാനിപ്പിക്കുക.